ഹായ് ഗൈസ്, ഞാൻ കോട്ടക്കൽ മാർക്കറ്റിൽ ചെന്നപ്പോൾ കണ്ടതാണ് മുറം, ചട്ടി, മൺകൂജ, ദോശച്ചട്ടി, കൈക്കോട്ട് തുടങ്ങിയ നാടൻ സാധനങ്ങൾ കൂടി വിൽക്കുന്ന ഒരു കച്ചവടം. നമുക്കൊന്ന് പരിചയപ്പെടാം. എല്ലാ ഐറ്റംസുകളുണ്ട്. കത്തികളുണ്ട്, മഴുണ്ട്, ചട്ടികൾ, എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ എല്ലാതരം കത്തികൾ, മീൻ കത്തി, ഇറച്ചി കത്തി, മീൻ കത്തികള് പല സൈസുണ്ട്. പേടിയുണ്ട്, ചെറുതുണ്ട്. ഇത് 260 രൂപ, ഇത് 160 റുപ്യ. പിന്നെ പൊയിലൊക്കെ പോയി മീൻ വെട്ടാൻ പറ്റിയ കത്തിണ്ട്. നല്ല ഉഗ്രം സൈസ്. അതാണ് മീൻ വെട്ടുന്ന കത്തി. 370 റുപ്യ. ലോക്കല് നമ്മളെ കയ്യിലില്ല. സാധനം നന്നാവും. റേറ്റ് ക്വാളിറ്റി ഉണ്ട്, ക്വാളിറ്റി ഉണ്ടാവും. അതിന്റെ വില എന്തായിരുന്നു കിലോമീറ്ററിന്? അത് 370, 430. പിന്നെ പടിഞ്ഞാറ് ഭാഗത്തൊക്കെ തേങ്ങ വെട്ടുന്ന കത്തിയാണ്. നമ്മളെ ഭാഗത്ത് ഉപയോഗിക്കില്ല. ഭാഗത്തിലൊക്കെ പിച്ചാൻ കത്തി കത്തിക്കാണ്. ഇത് പല ഐറ്റംസ് ഉണ്ട്. വലുതുണ്ട്, അതിന് കുറഞ്ഞ കനം കുറഞ്ഞതുണ്ട്. പിന്നെ അതിൻ്റെതായ ചെറുതുണ്ട്. അതിന്റെ ചെറുതാണിത്. അങ്ങനെ 4-4 തരായി ഉണ്ടാവും. ചെറുത് റേറ്റ് അതിന് ഇത് 430, 450, 430 കൊടുക്കും. ഇത് 680, 1400, അതല്ലേ 950 റുപ്യ. പിന്നെ അതിന്റെ കൂടെ ലോക്കല് കുറഞ്ഞ ഐറ്റംസ് ഉണ്ട്, വില കുറഞ്ഞ ഐറ്റംസ് ഉണ്ട്. സെക്കൻഡ് ക്വാളിറ്റി ഇരുമ്പായിക്കാരും. സെക്കൻഡ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ. ആദ്യം കാണിച്ച ക്വാളിറ്റി ഉള്ളത്. ക്വാളിറ്റി കുറഞ്ഞാണ്. ചിലർക്ക് പൈസ കുറഞ്ഞ വിലക്ക് ആവശ്യം ഉണ്ടാവും. ചട്ടിയൊക്കെ എങ്ങനെ വില? ചട്ടി പല വിലയുണ്ട്, വലുപ്പത്തിനനുസരിച്ച്, ക്വാളിറ്റിക്ക് അനുസരിച്ച്. ഏതൊക്കെ ചട്ടിയാ? ഒരുപാട് ഐറ്റംസ്. പിന്നെ ഉപ്പൂറ് കുഴക്കണ സാധനങ്ങൾ. ഇത് കുഴക്കണല്ലേ? കുഴക്കാനൊക്കെ കൊതുക് പോകാനും ഇതൊക്കെ നമ്മള് അതെന്താ വില? സാമ്പ്രാണിയൊക്കെ കുഴക്കാനാ. അത് 150. ഞാൻ ചെറുതുണ്ടാവും 130. പിന്നെ പഴയ കാലത്ത് ഒക്കെ തൊണ്ട് പൈസ പല വിലയുണ്ട്. പ്ലാസ്റ്റിക്കിനുണ്ട്. ശരി. പിന്നെ മഴുണ്ട്. മഴയൊക്കെ നല്ല സാധനം. നല്ല സ്റ്റീലാണ്, നല്ല ക്വാളിറ്റി ഉണ്ടാവും. പിന്നെ കൊട്ടക്കയില് മുറങ്ങള് ഇവ സാധനങ്ങളൊക്കെ ഉണ്ടാവും. ദോശ 80 രൂപ. ഇതിലൊക്കെ കൈക്കോട്ടൊക്കെ എങ്ങനെ റേറ്റ് വരും? പല റേറ്റ് ഉണ്ട്. പല 900 ഗ്രാം, 1400 ഗ്രാം തൂക്കം, 800, 2 കിലോ, അങ്ങനെ 2-3 തൂക്കത്തിൽ വരുന്നുണ്ട്. 900 ഗ്രാം, 800, 200 അങ്ങനെയൊക്കെ ഉണ്ട്. ചെറുത് ഇതാണ് ചെറുത്. ഈ സാധനം ഇത് 900 ഗ്രാം. അതെന്താ റേറ്റ് വരുന്നത്? ഇത് 420, 30 അതിനെ ഒറ്റക്ക് സെപ്പറേറ്റ് വരും. ഇതെന്താണ് മഞ്ഞ ചെറുത് ചെടി? ഈ ചെടീന്റെ അടിയിലൊക്കെ നമ്മൾ ഇളക്കി കൊടുക്കാൻ ഉപയോഗിക്കണല്ലേ? എന്ത് വില? 170, 150. ഇതാണ്. ഇത് പഴയ കാലത്ത് നമ്മളെ മാൻമാർക്കാണ്. വെയിറ്റുള്ള 1,600. പിന്നെ ഇതിന്റെ കൂടി 1,800 ഉണ്ട്, 2 കിലോ ഉണ്ട്. വെയിറ്റ് അനുസരിച്ച് ഇതിന്റെ വില. അതല്ലേ. എലിക്കൂട് എന്താ? എലിക്കൂട് 80 റുപ്യ, അതിന്റെ വലുത് 100 റുപ്യ. പിന്നെ സ്പ്രിങ് ഇല്ലാത്ത ഐറ്റംസ് ഒരു കാലത്ത് കേടുവരില്ല. എന്നും ഇതേപോലെ ഉറപ്പില്ല, എന്നും ഇങ്ങനെ നിൽക്കും. കൊടുക്കുക, തുരുമ്പിക്കൊന്നുമില്ല അല്ലേ? ഇല്ല, അങ്ങനെ കയറൂല. ഇതെന്ത് വില? ഇത് 240 വരും. പെരിച്ചാനെ പിടിക്കണ ഐറ്റം. പിന്നെ പെരിച്ചാൻ ഇവിടെ വലിയ കൂടൊക്കെ ഉണ്ട്. 1500, 1500. ഇതിന് സ്പ്രിങ് ഉണ്ടാവില്ല. നിങ്ങൾ തട്ടിക്കഴിഞ്ഞാൽ ഈ സാധനം ഇവിടെ നിന്ന് സെറ്റ് ആകണം. ഇത് പഴയ മോഡലാണ് സ്പ്രിങ്ങിന്റെ. ഇത് കുടുക്കൽ ശരിയായില്ലെങ്കിൽ കുടുങ്ങൂല. സ്പ്രിങ് കേടുന്നാല് ഇനി വാങ്ങണ്ട. ഇതാകുമ്പോൾ സ്പ്രിങ്ങിന്റെ പ്രശ്നമില്ല, കേടുവരുന്ന പ്രശ്നമില്ല. ഈ കൊട്ടക്കയിൽ എങ്ങനെ വില? കൊട്ടക്കയിൽ 80 റുപ്യ, 90 റുപ്യ തോതിലൊക്കെ. മുറ പല മുറുണ്ട്. നല്ല നാടൻ നല്ല മുറാണെങ്കിൽ 100-ന് മേലെ വരും. ഇതെന്താ സംഭവം? മീനിട്ട് വെക്കണ്ട? 150, 140 റേഞ്ചിലാണ് വരുന്നല്ലേ? പിന്നെ തേങ്ങ പൊളിക്കേണ്ട പല ഐറ്റംസും ഉണ്ട്. തേങ്ങ പൊളിക്കേണ്ട എങ്ങനെ റേറ്റ്? 400, 450. ഈ സ്റ്റീൽ എന്താ? ഇതെന്താ? 620 രൂപ അല്ലേ? ഇതോ നീലേ? 150, 40.
ഇത് കപ്പിയില്ലേ വെള്ളം മുക്കണ ഇപ്പം ആരും ഉപയോഗിക്കില്ല. ആരിലൊക്കെ 100 ഒരാളൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ. എന്തുവല്ല ഇത് 100 റുപ്യേൻ്റെ മേലാണ്. 120 ട്രിപ്പൊക്കെ ഉണ്ടാവും. ആരും വെള്ളം കോരുന്നില്ലല്ലോ. അതിലൊക്കെ എണ്ണപ്പെട്ട ആളുകളെ കൊണ്ടുപോകുന്നുള്ളൂ. മോട്ടർ ആയപ്പോൾ ഇതിന്റെ ഉപയോഗം വീട്ടിലുണ്ട് കേട്ടോ. നമ്മളെ വീട്ടിൽ ഇപ്പോഴുണ്ട് കോരി കുളിക്കാതെ സംവിധാനത്തിൽ. അതെന്താണ് കുട്ടികൾ കളിക്കാനുള്ള? കുട്ടികളെ ഈ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഓരോ ആവശ്യങ്ങൾക്കുള്ള ചെറിയ പാത്രങ്ങൾ ചട്ടിയായിട്ട് പല ആവശ്യങ്ങൾ. പിന്നെ ഇപ്പൊ സ്കൂളൊക്കെ ഈ മറ്റേ ശാസ്ത്രമേളൊക്കെ കളർ ചെയ്ത് ചെയ്യണ അതിനുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട്. ക്രാഫ്റ്റ് ആയിട്ടൊക്കെ ചെയ്യാം. അങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മളെ നാട്ടിലുള്ള ആൾക്കാർ കൊണ്ടുവരണം. മറ്റത്തൂര് വേങ്ങര ആ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാക്കി കൊണ്ടിട്ടാണ്. അതിപ്പോ ആരും ചട്ടക്കാരും ഉപയോഗിക്കലില്ല. ചിരട്ടന്റെ കയ്യിലല്ലേ? ഇപ്പൊ ആരൊക്കെ ചട്ടയുടെ കയ്യിലാണ്. ആരും ഉപയോഗിക്കില്ല. ആരോഗ്യത്തിന് നല്ലതാണ്. ആരോഗ്യത്തിന് നല്ലതാണ്. ഇപ്പൊ മണ്ണിന്റെ പാത്രങ്ങളൊക്കെ ഭക്ഷണം ഉണ്ടാക്കാൻ ഒരുപാട് ആളുകളൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. കരങ്ങളൊക്കെ അതുപോലെ ചൂരിലിപ്പോ എവിടെ ഉണ്ടാവില്ല. ഇപ്പൊ സ്കൂളുകളിലും മദ്രസ കുറച്ച് പാടില്ലല്ലോ അല്ലെ? ചൂരില് പറ്റ നിരോധിച്ചു പോയി. വീട്ടിലുണ്ടാണ് നല്ലതാണ്. ചിരട്ടക്കയിൽ എന്തോല? ചിരട്ടക്കാര് 30 റുപ്യ 40 റുപ്യ വലുപ്പത്തിനനുസരിച്ച്. ചൂരിലെത്ര? 20 വലുപ്പത്തിനനുസരിച്ചൊക്കെ മാറ്റുന്നുണ്ട്. വെള്ള കൂജല്ലേ? പൂജ ഇപ്പൊ ഫ്രിഡ്ജ് ഒന്നുകൂടെ പൂജയും. പക്ഷെ അതിലാണ് ആൾക്കാർ കൊണ്ടുപോകും. നല്ല ഒറിജിനല് നാച്ചുറൽ ആയിട്ടുള്ള വെള്ളം കിട്ടുമല്ലോ. ചട്ടി ഒരുപാട് എല്ലാ ഐറ്റം നല്ല പത്തിരിച്ചട്ടിയില്ലേ? കുണ്ടില്ലാത്തത് എന്തോല? 90 റുപ്യ 100 റുപ്യ വലിപ്പം അനുസരിച്ചും ക്വാളിറ്റി അനുസരിച്ചും വലിയ സൈസ് ഉണ്ട്. പിന്നെ തൂക്കാണ്. കുട്ടികൾക്ക് പൊടി വരകാനുള്ള പാത്രങ്ങള്. തൂക്കൊക്കെ എന്തല്ല? തൂക്ക് 100 റുപ്യ 120 വലുപ്പത്തിനനുസരിച്ച് അങ്ങോട്ട് മാറ്റുണ്ടാവും. കാരണം വലിയ ചോറൊക്കെ കൊണ്ടുപോകണം. വലിയ കല അല്ലേ? ചോറൊക്കെ എന്തോല പല വില 300 250 വലുപ്പത്തിനനുസരിച്ച്. ഇത് ഒരു 3 കിലോന്റെ ഒക്കെ 3 കിലോ പോവില്ല. 1 കിലോന് 1.5 കിലോ ഒക്കെ അല്ല. കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ചോറ് വികസിച്ച് വരുമ്പോൾ വെള്ളം കമ്മിയാവും. ശരി. അപ്പൊ പാത്രം വലിപ്പുണ്ടാവില്ല. നമ്മുടെ പാത്രം മണ്ണിന്റെ പാത്രം ആകുമ്പോൾ എന്താ പറയുക, പാത്രത്തിലെ മാതിരി വെള്ളം കമ്മിയാവും, വറ്റി വരും. സ്റ്റീലിലാവുമ്പോൾ അലുമിനിയത്തിലാവുമ്പോൾ അങ്ങനെ വറ്റി വരില്ല. അങ്ങനെയുള്ള പ്രശ്നമില്ല. ഇവിടെ ഇഷ്ടംപോലെ ആളുകൾ കൊണ്ടുപോകുന്നുണ്ട്. കരങ്ങൾ ചോറ് വെക്കാൻ മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ നല്ല ഒരുപാട് കളിമണ്ണിന്റെ നല്ല കലം. നമ്മുടെ നാട്ടുമ്പോൾ എന്താണ് ഇത് പാലക്കാടാണ്. ഇത് പാലക്കാട് കൂടിയത്. ഇതൊക്കെ നമ്മളെ ഈ പരിസരത്തുള്ള ആളുകൾ ഇതിന്റെ ഉത്പാദനം ഉണ്ടാക്കുന്ന ആളുകൾ കൊണ്ടുണ്ടാണ്. ചട്ടിയിൽ മോഡൽ അയക്കണം. പഴയ മോഡലൊക്കെ പോയി പുതിയ മോഡലുകൾ അയക്കണം. മോഡൽ ചട്ടികളാണ് ഇപ്പോൾ മോഡലൊക്കെ മാറിക്കണം. ഇപ്പൊ ഡിസൈൻ വർക്കുകളൊക്കെ മാറി. ഏത് ചട്ടിയായാലും മോഡലുകളൊക്കെ മാറി വന്നിട്ടുണ്ട്. അത് വേണ്ടിയില്ല. ഇതിപ്പോ നെയ്ച്ചട്ടിയാണ്. ഇത് ആദ്യത്തെ മോഡൽ. ഇപ്പൊ പുതിയ മോഡലാണ്. പിന്നെ പിടുത്തമുള്ളതുണ്ടാവും. ഇവിടെ പിടുത്തം വെച്ചത് പിടുത്തമുള്ള ചട്ടി അങ്ങനെയൊക്കെ ഉണ്ട്. ഇതിന്റെ വലുത് ചെറുതും അങ്ങനെയൊക്കെ ഉണ്ട്. ഉപ്പ് ചട്ടികളാണ്. എല്ലാ ഐറ്റം ചട്ടികളും ഫുള്ള് ചട്ടികളാണ്. ചട്ടികളൊക്കെ ഇത് കറി വെക്കണ പാത്രം. ഇത് കലത്തിന്റെ നമ്മള് അലുമിനിയം കൊടുക്കേണ്ട വലുപ്പത്തിൽ ഇപ്പൊ ആ മോഡൽ ഉണ്ടാക്കി വരുന്നതാണ്. ഒറിജിനൽ അലുമിനിയത്തിന്റെ അതേ മോഡൽ ഇപ്പൊ മണ്ണുകൊണ്ട് ഉണ്ടാക്കി കൊണ്ടുവരണം. അതിന്റെ വലുതാണ്. വലിയ സൈസ്. നമുക്ക് എന്തൊക്കെ ഐറ്റംസാ ഉള്ളത് മൊത്തത്തിൽ കടയില്? കോട്ടക്കൽ മാർക്കറ്റിൽ കിഴക്ക് വശത്തുള്ള പച്ചക്കറി സ്റ്റാളിനോട് ചാരിയാണുള്ളത്. വെള്ളിയാഴ്ച ദിവസം എല്ലാ ദിവസങ്ങളൊക്കെ രാവിലെ 7 മണിക്ക് ശേഷം തുറന്നാൽ എല്ലാ ദിവസവും ഉണ്ട്. വെള്ളി മാത്രമേ അവധിയുള്ളൂ അല്ലേ? വെള്ളി ചില ദിവസങ്ങളിൽ ഉണ്ടാവില്ല. എല്ലാ ദിവസങ്ങളൊക്കെ ഫുള്ളായിട്ടുണ്ടാവും. വൈകുന്നേരം 7 മണി വരെ ഉണ്ടാവും. രാത്രി 7 മണി വരെ ഉണ്ടാവും. അതെ. രാവിലെ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. 7 മണിക്ക് ശേഷം തുറക്കും.